എൻ്റെ ഫേവറേറ്റ് കാർ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് എനിക്ക് പറയാവുന്ന ഒരു ആൻസർ മെർസിഡീസ് ജി വാഗനാണ്. അതുപോലത്തെ ഞാൻ ആദ്യം ഓടിച്ച് പരിചയിച്ചിട്ടുള്ളൊരു വണ്ടി അല്ലെങ്കിൽ ആദ്യം ഓടിച്ച് കളിച്ചിട്ടുള്ളൊരു വണ്ടി എന്ന് ചോദിച്ചാൽ അത് മാരുതി ജിപ്സിയാണ്. ഇതിന് രണ്ടിനൊരു കോമ്പിനേഷനാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. മാരുതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നൊരു വണ്ടിയും കഴിഞ്ഞ ഓട്ടോസ്പേയിൽ കാണിച്ചെടുക്കുന്ന വണ്ടിയാണ് സുസുക്കി ജിംനി. ജി വാഗൻ്റെ ഷേപ്പോട് കൂടി വന്നുകൊണ്ട് തന്നെ ചോട്ടാ ജി വാഗൺ എന്ന് അറിയപ്പെടുന്നത് മാരുതി ജിപ്സിയുടെ സക്സസറായിട്ട് വന്ന വണ്ടി എന്നുള്ള പേരുണ്ട്. എന്തായാലും ജിംനി ഇന്ത്യയിൽ വരുന്നാൻ പോകുന്നൊരു വണ്ടിയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഡ്രൈവാണ് ഞാൻ ഇന്ന് ഇവിടെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വെൽക്കം ടു ഫ്ലൈവീൽ. സുസുക്കി ജിംനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു വണ്ടിയാണ്. ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ചെറിയൊരു വണ്ടിയാണെന്നുള്ളതിൽ. ഇതിൻ്റെ ഷേപ്പും അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. പക്കാ ഒരു ബോക്സി ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ജി വാഗൺ എന്ന് പറഞ്ഞെങ്കിലും ജിംനിയുടെ ഹിസ്റ്ററി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിലും പഴയ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ കാർ നമ്മളൊരു ഫ്രണ്ട് ത്രൂ അറേഞ്ച് ചെയ്താണ്. ബ്ലൂ കളറായിട്ടുള്ള കാറാണ്. ഇതിൽ ഗ്രില്ല് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ഗ്രില്ലല്ല, ഇത് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്ന ഗ്രില്ലാണ്. റൗണ്ട് ഹെഡ്ലൈറ്റ് കൊടുത്തു. ഈ ബോണറ്റിൻ്റെ കട്ടിങ് എല്ലാം തന്നെയാണ് മെയിൻലി ജി വാഗണാക്കി തോന്നിക്കുന്നത്. ശരിക്കും ഒരു അപ്രൈറ്റായി നിൽക്കുന്ന ഒരു ഫ്രണ്ട് വിൻഷീൽഡ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബമ്പർ ആണെങ്കിലും ഒരു ബോൾഡ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ബമ്പറാണ്. ഇവിടെ 2 ഫോഗ് ലാമ്പ് എക്സ്ട്രാ കൊടുത്താണ്. പിന്നെ ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് എയർ വെൻസ് കാണാം. താഴേക്ക് സ്കേർട്ടിങ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അത് സൈഡിലൊരു വീൽ ആർച്ച് കൂടെ ചേർന്ന് കിട്ടുന്നൊരു ഫീല് ആ ഒരു പ്രോപ്പർ ഒരു ഓഫ് റോഡറിന് വേണ്ട ഒരു ഫീൽ തന്നെയാണ്. സാധാരണ നമുക്കറിയാം ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ റഗഡ് ഒരു ബോൾഡ് ഫീലാണ്. ആ ഒരു ബോൾഡ്നെസ് എന്തായാലും ജിംനിക്ക് കിട്ടുന്നുണ്ട്. ചെറിയ വണ്ടിയാണെങ്കിലും ആ ബോൾഡ്നെസ് തന്നെ അതിനൊരു ഓഫ് റോഡ് ഒരു ഫീൽ കൊടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാര്യം. ഇവിടെ ഇപ്പോൾ ദുബായിൽ വളരെ വ്യത്യസ്തമായിട്ടൊരു കാലാവസ്ഥയിലൂടെ പോണേ. നല്ലൊരു കാറ്റടിക്കുന്നുണ്ട്, സാൻഡ് സ്റ്റോംമാരുണ്ട്, തണുപ്പുണ്ട്, മഴ പെയ്യാനും പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും ജിംനിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. സൈഡ് പ്രൊഫൈലിലും ആ ഒരു ബോക്സി നേച്ചർ വന്നിട്ടുണ്ട്. ശരിക്കും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഹുഡ്, ബോൾഡ് ആയിട്ടുള്ള വീൽ ആർച്ച്, ഫ്ലാറ്റ് റൂഫ്, പിന്നെ വലിയൊരു ഡോറാണ് ആക്ച്വലി ഈ ഒരു ചെറിയ വണ്ടിക്ക് വരുന്നത്. ചെറിയ ഷോർട്ട് വീൽ ബേസ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ ഇത്രയും ഭാഗത്ത് ഡോർ തന്നെ വരുന്നുണ്ട്. ബാക്കിലൊരു ഗ്ലാസും ബോക്സി ആയിട്ടുള്ള ഷേപ്പ്. പിന്നെ റിയറിൽ വന്നിരിക്കുന്ന ആ ഒരു കട്ടിങ്ങും നമുക്ക് ജി വാഗണിന് കണ്ടു പരിചിതമായിട്ടുള്ള ഒരു കട്ടിംഗ് ആണ്. പിന്നെ ഈ കാറിൽ വന്നിരിക്കുന്ന വീലാണെങ്കിലും ഇതിൽ വന്നിരിക്കുന്നത് 15 ഇഞ്ച് അലോയ്സ് ആണ്. പക്ഷേ ഈ ഓണർ ടയർ സൈസ് കൂട്ടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി വലിയ ടയർ ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ഓൺ റോഡ് സ്റ്റെബിലിറ്റി ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിവേ ഈ ഒരു തടിച്ച വീലാർച്ചും ബോക്സി ഷേപ്പും സ്ട്രെയിറ്റ് ലൈനും എല്ലാം തന്നെ ജിംനിനെ ഒരു സാധാ ഒരു കോമ്പാക്ട് എസ് യു വിയിൽ നിന്ന് മാറ്റി ഒരു പ്രോപ്പർ ഓഫ് റോഡ് എസ് യു വി എന്നുള്ളൊരു പേര് നൽകാൻ സഹായിക്കുന്നുണ്ട്. റിയറിലേക്ക് എത്തുമ്പോഴും ആ ഒരു ബോക്സി പ്രോപ്പർ ഓഫ് റോഡർ ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഡിസൈനാണ് ജിംനിക്കുള്ളത്. ശരിക്കും ഒരു ബോക്സി ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ട്. വലിയൊരു സ്പെയർ വീല് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു ഓഫ് റോഡ് എലമെൻ്റ് ആണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഈ കാറിലുള്ളതിനേക്കാൾ വീതി കുറഞ്ഞ ടയറാണ്. അതാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. ഈ ഒരു കവറെല്ലാം കാണുമ്പോൾ സാധാരണ G63 വന്ന കവർ ആയതുകൊണ്ട് ഇവിടെ അറബ്സ് എല്ലാം അത് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത് ഇവിടെ ഒരു കിറ്റ് അവൈലബിൾ ആണ്. പക്ക G63 പോലെ ഒന്നിക്കുന്ന രീതി. അത് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. പിന്നെ വലിയൊരു ടെയിൽ ലൈറ്റ് ഇവിടെ കാണാം. ബമ്പർ വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു ഓഫ് റോഡ് ഫീൽ ഉണ്ട്. താഴെയാണെങ്കിൽ നമുക്ക് ശരിക്കും ഡിഫറൻഷ്യലിൽ കാണുമ്പം ആ ഒരു ഓഫ് റോഡറിൻ്റെ ഒരു ഫീൽ ലഭിക്കുന്നുണ്ട്. സൈഡ് വേസ് തുറക്കുന്ന ഡോറാണ്. തുറന്നു കഴിഞ്ഞാൽ വലിയ സ്പേസ് ഒന്നും പറയാനുള്ളതല്ല, ചെറിയൊരു സ്പേസേ ഉള്ളൂ. ആ 2 ചെറിയ സീറ്റും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബാഗിലും വെക്കാം, അല്ലെങ്കിൽ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് വേണ്ടി വരും ലഗേജിലും വെക്കാം. എനിവേ ഒരു സാധാരണ നമ്മൾ SUVs എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കാണുന്ന ഹാച്ച് ബാക്ക് പോലുള്ള ഡിസൈനേക്കാളും എന്തുകൊണ്ടും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഡിസൈനാണ് ആക്ച്വലി ജിംനിക്കുള്ള. ഈ കോമ്പാക്ട് SUV തരത്തിൽ എനിക്കൊരു പ്രോപ്പർ SUV ആയിട്ട് ഒരു വണ്ടി തോന്നിയിരുന്നില്ല. ഈ ഒരു കേസിൽ ജിംനി അതിൽ എന്തായാലും നെയിൽ ചെയ്തിട്ടുണ്ട്. സോ ദ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പാക്ട് SUV ഡിസൈൻ ഇൻ ദ മാർക്കറ്റ്. ജിംനിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലോ, വലിയ ഇൻറ്റീരിയർ ഒന്നുമില്ല, ചെറിയ ഇൻറ്റീരിയറാണ്. ഈ ഒരു വണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടില്ല. ഇതിലിപ്പോൾ ഈ ഓറഞ്ച് അപ്പോളോ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് നല്ലൊരു ഡയമണ്ട് സ്റ്റിച്ചെല്ലാം കാണാം. ഇവിടെ H എന്നുള്ള ലോഗോ ഉണ്ട്. എൻ്റെ ലോഗോ ആണോന്ന് അറിയില്ല, ഹാനി എന്നുള്ള അറിയില്ല. എന്നിവേ നല്ലൊരു ലോഗോ ആണ്. പിന്നെ ഉള്ളത് ഡാഷ് ബോർഡ് ഡിസൈനാണ്, സിമ്പിൾ ഡിസൈനാണ്. ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ വളരെ സുപരിതമായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നമ്മൾ സ്വിഫ്റ്റ് മുതൽ പല മാരുതി കാറിലും കണ്ടിട്ടുള്ളതാണ്. പണ്ട് ജിപ്സിയിൽ വന്നിരിക്കുന്ന ആ തരത്തിലുള്ള ഒരു മീറ്റർ കൺസോൾ അതിലുള്ള 2 റൗണ്ട് മീറ്ററും പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡിജിറ്റൽ മീറ്റർ വന്നിട്ടുണ്ട്. ഈ ഒരു പുതിയ വേരിയൻ്റ് ഇവിടെ ഒരു മേലെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ടച്ച് സ്ക്രീനായിട്ട് വന്നിട്ടുണ്ട്. താഴെയായിട്ട് എയർ വെൻറ്റും പിന്നെ AC കൺട്രോൾസ്, താഴെ നമുക്ക് ഹിൽ ഡീസൻ കൺട്രോൾ, അതുപോലെ തന്നെ പവർ വിൻഡോൻ്റെ ബട്ടൺ ഉണ്ട്.
ഓട്ടോമാറ്റിക് ആണ് ഇതിലുള്ള. അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ലിവറും പിന്നെ ഇവിടെ താഴെ നേരത്തെ ജിപ്സിലുണ്ടായ പോലെ തന്നെ 4 വീലറിൻ്റെ ലിവറും വരുന്നുണ്ട്. റിയറിൽ ചെറിയ 2 സീറ്റാണ്. വലിയ 2 പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല, ഒരാൾക്കോ അല്ലെങ്കിൽ 2 കുട്ടികൾക്കോ ഇരിക്കാം. എഗെയിൻ നമ്മളിപ്പോൾ താറിലാണെങ്കിൽ അങ്ങനത്തെ 2 സീറ്റുള്ളൂ, പക്ഷേ അത് 2 വലിയ ആൾക്ക് ഇരിക്കാം. പിന്നെ ഈ കാറിൽ കുറേ കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് മേലെ റോൾസ് റോയ്സിലുള്ള പോലുള്ള സ്റ്റാർ ലൈറ്റ് ആയിട്ടുള്ള റൂഫെല്ലാം വന്നിട്ടുണ്ട്. ലുക്ക് അട്രാക്റ്റീവ്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. പിന്നെ കുറച്ച് കാർബണിൻ്റെ എലമെൻസിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ലാതെ ബാക്കി ഒരു യൂട്ടിലിറ്റി രീതിയിലുള്ളൊരു ഇൻറ്റീരിയറാണ് ബേസിക്കലി ജിംനിയിൽ വന്നിരിക്കുന്നത്. അത് ശരിക്കും വളരെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ജിംനി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാസ്റ്റിക് ഫീലെല്ലാം ഉണ്ട്. പക്ഷേ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. കാരണം ഇതിനൊരു ക്യൂട്ട്നെസ്സും ഒരു ഒതുങ്ങി നിൽക്കുന്ന ഫീലാണ് ഇതിലുള്ള അട്രാക്ഷൻ. പിന്നെ ഒരു കാര്യമുള്ള ഇതും എക്സ്ട്രാ ഫിറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉള്ളത് അത് ആക്ച്വലി വരുന്നില്ല. അതും കൂടെ ഇല്ലെങ്കിൽ 2 പേർക്ക് തമ്മിൽ ഒരഞ്ഞിരിക്കാവുന്ന രീതിയിലുള്ള സ്പേസ് ഇതിലുള്ളൂ. ബട്ട് അഗെയിൻ ഈ ഒരു ക്യൂട്ട്നെസ്സിന് ഇത് ഇസ് ക്വൈറ്റ് ഇനഫ്. നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ദുബായിൽ വരുന്ന ഈ ജിംനിയിൽ വരുന്നത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 4 സിലിണ്ടർ എഞ്ചിനാണത്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 102 HP-യും ടോർക്ക് വരുന്നത് 130 Nm ആണ്. ഇതിനോട് മേറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ടോപ്പ് സ്പീഡ് വരുന്നത് 145 km/h ആണ്. 0 to 100 എന്ന സ്പീഡ് എത്താൻ 15.5 seconds ആണ് ഇതിന് വേണ്ടത്. 40 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് പുതിയ ജിംനിക്ക് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന ഫ്യൂൽ എഫിഷ്യൻസി ഫിഗർ 15 km/L ആണ്. എന്തായാലും ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിക്കുള്ള 4 വീലർ സിസ്റ്റം ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. എത്രത്തോളം ഓഫ് റോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഓഫ് റോഡ് ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇന്ന് സാധിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഓൺ റോഡ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ഈ ജിംനി ഓടിക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വളരെ ഒതുക്കത്തിൽ നിൽക്കുന്ന ഒരു വണ്ടി എന്നുള്ളതാണ്. നമ്മളൊരു എന്താ പറയുക, നമ്മൾ സാധാരണ സിറ്റി കാർ എല്ലാം ഉപയോഗിക്കുമ്പം കിട്ടുന്നൊരു ഫീലിനേക്കാളും മുമ്പത്തെ മിനി അങ്ങനത്തെ പഴയ കാറുകൾ എല്ലാം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് വളരെ ചെറിയൊരു വണ്ടി നമ്മളെ കയ്യിൽ ഒതുങ്ങി എന്താ പറയുക, നമുക്ക് വളരെ ഒതുങ്ങി കൊണ്ടുനടക്കാവുന്ന രീതിയിലൊരു ഫീലാണ് കിട്ടുന്നത്. അത് ശരിക്കും അതാണ് ഇതിലൊരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ആ ഇരിക്കുമ്പം അടുത്തടുത്തിരിക്കുന്ന ഫീലുള്ള പോലെ തന്നെ നമ്മൾ നേരത്തെ ചെറിയ കാറുകൾ ലൈക്ക് 800ഉം അതുപോലെ തന്നെ നമ്മൾ ഓൾട്ടോയിലെല്ലാം കണ്ടൊരു ഫീൽ. ആക്ച്വലി ഇതൊരു ഓഫ് റോഡറിൻ്റെ 800 എന്ന് വേണം പറയാവുന്ന ഒരു വണ്ടിയാണ്. ആ ഒരു ഫീൽ തന്നെയാണ് ജിംനിയിൽ ലഭിച്ചിട്ടുള്ളത്. ജിപ്സി പോലും കുറച്ചുകൂടി വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇതിൻ്റെ ഒരു USB ആയിട്ട് നിൽക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. ആക്ച്വലി ഒരു ചെറിയൊരു വണ്ടി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് മാത്രമല്ല കൊണ്ടടക്കാനും എളുപ്പത്തിലുള്ളൊരു വണ്ടി. ഇപ്പോൾ ഇവിടെ ഉള്ളത് തന്നെ പല അറബ്സും G-Wagon ഉള്ള ആളുകൾ ഇതും കൂടെ അതേപോലെ കസ്റ്റമൈസ് ചെയ്ത് സിറ്റി പർപ്പസ് പോലെ കൊണ്ടുനടക്കുന്നു എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ വന്നിട്ട് ചെറിയ എഞ്ചിനാണെങ്കിൽ ഇത് അതിൻ്റെ ഒരു പവർ ഇതിന് ഒപ്റ്റിമം ആയിട്ടുള്ളൊരു പവർ, അത്രയ്ക്ക് ബോഡി വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ഒരു ഭയങ്കര ഒരു പെർഫോമിംഗ് മെഷീനല്ല. അത്യാവശ്യം നല്ലൊരു ഡ്രൈവ് കിട്ടും, അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാം. എന്നാൽ അത്യാവശ്യം നമുക്കൊരു ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ പറ്റും. ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ ഈ ഒരു കാറിലാണെങ്കിൽ ആകെ ടയർ മാത്രം മാറിയിട്ടില്ല എങ്കിലും നമുക്ക് ഒന്ന് ചെറിയൊരു രീതിയിൽ ഓഫ് റോഡെല്ലാം ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതൊരു കസ്റ്റമർ കാറും ഒരു പ്രൈവറ്റ് കാർ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഓഫ് റോഡിങ്ങിലേക്ക് പോയിട്ടില്ല. പക്ഷേ ചെറിയ രീതിയിൽ ഡ്യൂൺ ബാഷ് എല്ലാം ചെറിയ രീതിയിൽ ഡ്യൂൺ ബാഷ് ചെയ്തപോലെ തന്നെ ആ കിട്ടിയൊരു ഫീലും കോൺഫിഡൻസും ഒന്നും മനസ്സിലാക്കാൻ പറ്റും. ഇത് അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതിനൊരു കാരണമായിട്ടുള്ള ഇതിൻ്റെ ട്രാൻസ്ഫർ കേസും വരുന്നുണ്ട്, ലോ റേഞ്ചും കിട്ടുന്നുണ്ട്. അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്ന് ചില കേസിൽ നമുക്കിതൊന്ന് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും, കുറച്ചൊന്ന് ഹൈറ്റ് കൂട്ടേണ്ടി വരും, ടയർ ചിലപ്പോൾ മാറ്റേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. എനിവേ ഞാനതൊരു ഫസ്റ്റ് ഒരു റിവ്യൂ എക്സ്പെൻസ് മാത്രമാണ് ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഈ വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ശരിക്കും ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ നമുക്ക് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നോക്കാം. എന്തായാലും ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വണ്ടി, വളരെ സിമ്പിളായിട്ടും വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടി എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. പിന്നെ മറ്റുള്ള കാര്യമാണ് ഇപ്പോൾ AC വളരെ എഫക്റ്റീവാണ്. ഇന്ന് പക്ഷേ അത്ര ചൂടുണ്ടായിരുന്ന ദിവസമില്ല, എന്നാലും AC അത്യാവശ്യം നല്ല എഫക്റ്റീവാണ്. പിന്നെ ഗിയർ ബോക്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് 4 വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മീറ്ററിലെല്ലാം റീഡബിൾ ആണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളൊരു വണ്ടിയല്ല ഇത്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് ഞാൻ കൊണ്ടുവരുന്നത്. എന്തായാലും ഒരുപാട് പേര് നിങ്ങളുടെ ഇടയിൽ എന്നോട് ജിംനി കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ ശ്രമിക്കും എന്നും പറഞ്ഞിരുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ റിവ്യൂവിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്താണ് ജിംനിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ, ഇത്രത്തോളം കണ്ടതിൽ നിന്ന് എന്താണ് നിങ്ങൾ ജിംനിനെ കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടി ഇന്ത്യയിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ 3 ഡോർ ആണോ 5 ഡോർ ആണോ വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാരുതി 5 ഡോറാണ് ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണോ നിങ്ങൾ ചൂസ് ചെയ്യുക, അതോ
5 ഡോർ ആയിരിക്കും ചൂസ് ചെയ്യുക എന്നുള്ളതും മെൻഷൻ ചെയ്യാം. എന്തായാലും ഈ റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. എന്തായാലും ഐ കെപ്റ്റ് മൈ പ്രോമിസ്. എനിക്ക് എന്നോടുള്ളൊരു പ്രോമിസും നിങ്ങളോടൊരു പ്രോമിസും നടന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു ജിമ്മിനെ ഒന്ന് എക്സ്പീരിയൻസ് അത് ചെയ്തു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നു വരുന്നു. അടുത്ത തവണ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ഡ്രൈവിംഗ്.